ഓഗസ്റ്റ് 21 വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ, ആശയവിനിമയക്കാരുടെയും തീർത്ഥാടകരുടെയും രക്ഷാധികാരി. 1954 മെയ് 29 പിയൂസ് 12 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. മാർപ്പാപ്പ എന്ന നിലയിൽ പിയൂസ് 10 തൻ്റെ മുദ്രാവാക്യമായി സ്വീകരിച്ചത് എല്ലാം ക്രിസ്തുവിൽ പുനഃസ്ഥാപിക്കുക. എഫേസ്യർ 1:10. ഇടവക വൈദികൻ, ആത്മീയ ഡയറക്ടർ, ബിഷപ്പ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം എളിമയുള്ളവനും ലാളിത്യമുള്ളവനും കുട്ടികളെ പഠിപ്പിക്കുന്നവനും ദരിദ്രരോട് കരുതലുള്ളവനുമായിരുന്നു. അദ്ദേഹം ഒരു സാർവത്രിക മതബോധന ഗ്രന്ഥം അവതരിപ്പിച്ചു, ക്യൂറിയ പരിഷ്കരിച്ചു, സെമിനാരി രൂപീകരണം പുതുക്കി, കാനാൻ നിയമസംഹിത പരിഷ്കരിച്ചു, ആരാധനാക്രമത്തെ പുനർജീവിപ്പിച്ചു, ഗ്രിഗോറിയൻ ചാൻറിനെ പ്രോത്സാഹിപ്പിച്ചു, വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ പഠിപ്പിക്കലുകൾക്ക് ഊന്നൽ നൽകി. ഹൃദയത്തിൽ അദ്ദേഹം ഒരു പാസ്റ്ററായിരുന്നു, നയതന്ത്രജ്ഞനോ രാഷ്ട്രീയക്കാരനോ അല്ല. അവൻ ഒരിക്കലും തനിക്ക് ലഭിച്ച ഔന്നത്യങ്ങൾ തേടിയില്ല, എന്നാൽ ക്രിസ്തുവിൽ എല്ലാറ്റിനെയും താഴ്മയോടെയും കീഴടങ്ങലോടെയും സ്വീകരിച്ചു. ആദ്യ വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള പ്രായം 12 നിന്ന് 7 കുറച്ചു. പരിശുദ്ധ കന്യകാമറിയത്തോട് അഗാധമായ അർപ്പണബോധമുള്ള അദ്ദേഹം പലപ്പോഴും അവളെക്കുറിച്ച് സംസാരിക്കുകയും അവളെ ബഹുമാനിക്കുകയും ചെയ്തു.